വിജയിച്ച വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യ ബോധങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും പിന്നെ നമ്മുടെ മുന്നിൽ നിങ്ങൾക്ക് ഈ എങ്ങനെ നമുക്ക് ഈ വളരെ ഷോർട്ടായിട്ടുള്ള ഈ ഒരു പീരീഡിൽ നമുക്ക് ഈ സാംസ്കാരിക മേഖലയിൽ നേരത്തെ ഞാൻ സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, നമ്മൾ പിന്നെ മുൻപേ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളെല്ലാം ഉണ്ട്. ഒരുപാട് 10-14 ബാച്ചുകൾ ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് പോയി. അപ്പോൾ ഓരോ വർഷങ്ങളിലും ഞങ്ങൾ ഈ പിന്നെ കുട്ടികളുടെ പിന്നെ എല്ലാ രീതിയിലുള്ള ഫീഡ്ബാക്കുകൾ എടുക്കും. അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആറ്റിറ്റ്യൂഡുകൾ, പിന്നെ അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളോടൊക്കെ അവർക്ക് കമ്മിറ്റ്മെന്റുകൾ, അതുപോലെ തന്നെ അവർക്ക് ഈ പിന്നെ ഈ കായിക മേഖലകളിൽ ഉണ്ടാകുന്ന നൈപുണ്യങ്ങൾ. നേരത്തേക്ക് ഒരു 4-5 വർഷം മുമ്പേ ഇവിടെ ഒരു 5-8 വർഷം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും എത്തുന്ന സമയത്തേക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എത്തുന്ന സമയത്ത് വളരെ നല്ലൊരു മെജോറിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് സ്വയം എഴുതാനും അതുപോലെ തന്നെ സ്വയം ഒരു ഓഡിയൻസിന് മുന്നിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനൊക്കെയുള്ള കഴിവുള്ള ഒരുപാട് കുട്ടികൾ വളർന്നു വരാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് കഴിവില്ലാന്നുള്ളതല്ല, പക്ഷെ അവർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുകയായിരുന്നു സ്വന്തം സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടി. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ തലമുറയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുന്നു. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്തരം സാഹിത്യ സമാജങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലിറ്റററി പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ മീഡിയാസുകളും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകളെല്ലാം ടാബുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നമ്മളുടെ ഇമ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ സദസ്സിനെ ധന്യമാക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഇന്നത്തെ കൂടുതൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിനും സംവദിക്കുന്നതിനും വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകനായ ഡോക്ടർ ഹിക്മത്തുള്ള സാറെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ഈ പ്രദേശവും ഈ സ്കൂളും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എനിക്കൊരു അപരിചിത പ്രദേശമല്ല, ഇത് പരിചയമുള്ള സ്ഥലമാണ്. എൻ്റെ കുറേ കാലം ഞാൻ പഠിപ്പിച്ച ഒരു സ്ഥലം ഇവിടെ വളാഞ്ചേരി മർക്കസ് കോളേജ്, പിന്നെ IRS, ഇവിടെയൊക്കെ ഞാൻ മുമ്പ്